അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഹലീൽ ഹുദവി ഉസ്താദിൻ്റെ അടിപൊളി ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ദുആ ചെയ്താലും അള്ളാഹു അത് കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു, നമ്മൾ നല്ലതിനല്ലാത്തിനൊന്നും പ്രാർത്ഥിക്കാൻ നല്ലതിന് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരാൾക്കൊരു ആപത്ത് വരാനോ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ ബാക്കി നല്ല കാര്യം നമ്മളൊക്കെ അതല്ലേ പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒന്നും അള്ളാഹു കേൾക്കാണ്ടിരിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഈ മത്സ്യം വിഴുങ്ങിയ യൂനുസ് നബി രക്ഷപ്പെട്ട കഥ ഉസ്താദ് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ കേട്ട് നോക്കൂ, എന്നിട്ട് തിരിച്ചു വരാം. നീ ഒരു വാഗ്ദാനം നൽകിയാൽ, നീ ഒരു കരാറ് നൽകിയാൽ അത് പൂർത്തീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ച് തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട് പടച്ച റബ്ബിനോട്. അല്ലാഹു വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ആളല്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കൂല. ആ റബ്ബാണ് വാഗ്ദാനം നൽകിയത്. ഉദ്ഊനി, നിങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും ആലോചിക്കേണ്ടത്, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് പറഞ്ഞ അല്ലാഹു നമ്മൾക്ക് പരിഹാരം തരും. ഏത് വിഷയമാണെങ്കിലും ശരി, അതിന് 100-ൽ 110% വിശ്വാസം നമ്മൾക്ക് വേണം. അല്ലാഹു ഇജാബത്ത് നൽകുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം. നമ്മൾ ദുആ ചെയ്യാം, പക്ഷെ നമ്മൾക്ക് ഉത്തരം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഒരു 90% പ്രതീക്ഷയുള്ളത്, ഉത്തരം കിട്ടൂല. അല്ലാഹു പറഞ്ഞു, അന ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള ചിന്ത എന്താണ്? ദുആ ചെയ്താൽ ഉത്തരം നൽകുന്ന റബ്ബാണ്. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇതും അല്ലാഹുവിന്റെ വാഗ്ദാനം തന്നെ. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകാമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു കുല്ലഹാ. നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, നാട്ടുകാരോടല്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പിരിവ് ചോദിക്കലല്ല. ആദ്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ, ഏതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിന്റെ വാറ്, നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ വരെ അല്ലാഹുവിനോട് ചോദിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാല് നമ്മൾ യാത്ര ചെയ്യുമ്പോ ചെരുപ്പിന്റെ വാറ് പൊട്ടി, അപ്പൊ നമ്മൾക്കതൊരു ഇതൊക്കെ അല്ലാഹു തരുമോ എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. ചെരുപ്പിന്റെ വാറ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്ത റബ്ബ് അതിന് പരിഹാരം തരുമോ? ആ സംശയം ഉള്ള കാലത്തോളം ഉത്തരം കിട്ടൂല. ഇത് പടച്ച ഹബീബ് പറഞ്ഞതാണ്. വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വചനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വേഷ്ടപ്രകാരം സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, അല്ലാഹു പറയാൻ പറഞ്ഞതാണ്. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളെ 63 വർഷത്തിന്റെ കാലയളവിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ. ആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഹദീസാണിത്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഹദീസാണിത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു കുല്ലഹാ. നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലമായ ആവശ്യങ്ങളും നിങ്ങൾ പറയേണ്ടത് സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹുവിനോടാണ്. ഏതുവരെ?
നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ചെരുപ്പിന്റെ വാറോ വണ്ടിയുടെ ടയറോ ഒന്ന് പൊട്ടിപ്പോയാൽ വരെ അള്ളാഹുവിനോടാണ് നീ ആദ്യം ചോദിച്ചതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതിൽ വിശ്വാസം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? നടന്നു പോകുമ്പോ ചെരുപ്പ് പൊട്ടിയാല് റബ്ബിനോട് ചോദിച്ച റബ്ബ് തരും എന്ന ഈ ഒരു ഹദീസിന് വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ 100% വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിച്ചാൽ നമ്മൾക്ക് ഇതിനുള്ള പരിഹാരം കിട്ടും. വിശ്വാസമാണ് വലുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂ. ഒരു മുഅ്മിനിനോ ഒരാൾക്കോ പ്രയാസമുണ്ടായാൽ എന്ത് ആവശ്യമുണ്ടായാലും റബ്ബിനോട് ചോദിക്കുന്ന പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരാൾ അവയാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവന് അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുക? പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു മുഅ്മിൻ, ഒരു അടിമ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് അയാൾക്ക് ഉത്തരം നൽകുക? മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വളരെ കരുത്തുറ്റ നേതൃത്വം നൽകിയിരുന്ന കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം അഭിമുഖത്തിലൂടെ പറഞ്ഞത് ഞാൻ ഒത്തുപോവുകയാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറയുന്നു, ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാനും കുറച്ചാളുകളും ഒരു ബോട്ടിലൂടെ, ഒരു തുണിയിലൂടെ, വെള്ളത്തിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു കാറ്റ് വരികയും നമ്മൾ സഞ്ചരിച്ചിരുന്ന നമ്മുടെ ബോട്ടിനെ നേരെ കടലിന്റെ ആഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, കടലിന്റെ ചുഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, തിരമാലകൾ അടിച്ചു വീശുന്ന കടലിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവരും വെപ്രാളപ്പെട്ട് വേദനയോടെ ഇരിക്കുമ്പോഴാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. യാ മുഗീഥു അഗ്നി, യാ മുഗീഥു അഗ്നാ, യാ മുഗീഥു അഗ്നാ. അല്ലാഹുവേ എന്നെ സഹായിക്കണേ അല്ലാ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്കൊരു പരിഹാരം തരണേ അല്ലാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് കടലിലേക്ക് വളരെ വേഗത്തിൽ കാറ്റ് കൊണ്ടുപോയി മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളുകൾ അവരെ പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അവർക്ക് അല്ലാഹു അല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുക? അത്ഭുതമെന്ന് പറയട്ടെ, മഹാനായ കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. അത്ഭുതമെന്ന് പറയണേ, കടലിന്റെ തീരത്തേക്ക് കൊണ്ടുപോയ നമ്മുടെ ഈ കടലി ബോട്ടിനെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കാറ്റ് കടന്നു വരികയും മറുകരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുമ്പോ ഒരാൾ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് 100% വിശ്വാസത്തോടെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈകളെ തട്ടിക്കളയാൻ അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് നാണമാണത്, അള്ളാഹുവിന് നാണമാണത്. ആലോചിക്കണം നമ്മൾ. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കസ്തു അന വമൻ ഇൻദി സലാസ, ഞാനും എന്റെ കൂടെയുള്ള ആളുകളും 3 ദിവസം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ദിവസം. 3 ദിവസമായി പട്ടിണിയാണ്, വീട്ടിൽ ഭക്ഷണമില്ല, വീട്ടിൽ വെള്ളമില്ല. അങ്ങനെ കഷ്ടപ്പാടിന്റെ ദിനങ്ങൾ എണ്ണി തീർക്കുമ്പോഴാണ് എന്റെ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബതി, ഉപ്പാ, പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ. ആലോചിക്കണം, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിഞ്ചോമന മക്കൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് കരയുന്ന രംഗം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം.
മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3 ദിവസമായി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദിവസങ്ങൾ എണ്ണി തീർക്കുന്നതിനിടയിൽ എന്റെ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉപ്പാ വിശക്കുന്നു, ഉപ്പാ ഒരു പരിഹാരം വേണം. എന്റെ വീട്ടിലൊന്നുമില്ല, അവിടെ നൽകാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല നൽകാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നത്. ദുആഇന്റെ മഹത്വമാണ് എനിക്ക് നിങ്ങളോട് പറയിക്കാനുള്ളത്. നിരാശരാവാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. ഒരു സമയത്തും നിരാശാവരുത്. എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ വാഗ്ദാനമാണിത്. പരിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനമാണിത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളോ തിന്മകളോ ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങൾ നിരാശരായിരിക്കാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവേണ്ട. കാരണം റബ്ബിലേക്കൊന്ന് ചോദിച്ചാൽ മതി, അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ മതി. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് പാപം പുറത്തു തരുന്നത്? സർവശക്തനായ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ പാപം പുറത്തു തരുന്നത്? അതുകൊണ്ട് തിന്മയുടെയോ പാപത്തിന്റെയോ ഭാരമോ അതിന്റെ വലുപ്പമോ ഓർത്ത് നിരാശരാവല്ല, അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ മതി. അതുപോലെ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉടനെ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വളരെ പ്രയാസമുള്ള സമയത്ത്, ഒന്നും പ്രതീക്ഷയില്ലാത്ത സമയത്ത് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. അദ്ദേഹം നേരെ വുളൂ ചെയ്യാൻ വേണ്ടി വുളൂ എടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. ആളെന്താണ് നിങ്ങൾ ഒരു മോണിറ്റർ മുമ്പിൽ ഇങ്ങനെ ആള് ഒരു മോണിറ്റർ വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിച്ചു, ഞാൻ വുളൂ ചെയ്തു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന ഓടി വരികയാണ്. എന്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന ഓടി വന്നു. ഞാൻ ദുആ ചെയ്തു, اللهم افتح علي منك رزقا لا تجعل لأحد علي فيه منا. അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണം തരണം അല്ലാഹ്, എനിക്ക് നീ ഭക്ഷണം തരണം റബ്ബേ. പക്ഷേ ഈ ഭക്ഷണം കാരണം വേറെ ഒരാൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാല്, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് മുതലാളിമാരായ ആളുകളെ കാണുമ്പോ പഴയകാല ഹാജിമാര് പറയുന്ന ഒരു സ്വഭാവം, എന്താ പറയാ, വലിയ വണ്ടി വലിയ വാഹനങ്ങളൊക്കെ എടുത്ത് നാട്ടിൽ ഫ്ലാറ്റൊക്കെ വാങ്ങി വളരെ ഉഷാറായിരിക്കുമ്പോ അവര് പറയും, അവന്റെ ഓട്ടം കണ്ടോ, അവന്റെ കളി കണ്ടോ, അവൻ ആദ്യം ഗൾഫിൽ പോവാൻ ടിക്കറ്റ് കൊടുത്തത് ഞാനാ, അല്ലെങ്കിൽ അവന് ഗൾഫിൽ വന്നപ്പോ അവന് റൂം കൊടുത്തത് ഞാനാ, അവൻ ഇന്ന് ഉഷാറായിട്ടുണ്ടെങ്കിലും അവന്റെ തുടക്കം എന്നിലൂടെയാണ്. അവൻ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉഷാറായത്. എല്ലാരും ക്രെഡിറ്റ് എടുക്കും, എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ക്രെഡിറ്റ് എടുക്കുന്നത്. ചില ആളുകളെ കുറിച്ച് ഞാൻ പറയും, ഒരേ ആളെ കുറിച്ച് തന്നെ എനിക്ക് ഏകദേശം 50 സ്ഥലങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉഷാറായത്. ആളുകൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കാൻ. അല്ലാഹുവേ എനിക്ക് ഭക്ഷണം വേണം, പക്ഷെ ഒരാളും അതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഞാനാണ് കൊടുത്തത് അല്ലെങ്കിൽ ഗുണം പറയുന്ന ഒരു രീതിയിലുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. അത് മാത്രമാണോ? അത് മാത്രമല്ല, ഈ ഒരു ഭക്ഷണം കാരണം അല്ലാഹുവേ നീ നാളെ എനിക്ക് ലഭിക്കാൻ പോകുന്ന ആഖിറത്തിലെ ഭക്ഷണം തടയാനും പാടില്ല, അവിടെയും ലഭിക്കണം എനിക്ക്. അങ്ങനെ ഒരു ദുആ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോൾ, എന്നിട്ട് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വുളൂ ചെയ്യുകയും 2 റകഅത്ത് നിസ്കരിക്കുകയും സർവശക്തനായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തരണം അല്ലാഹ്, എന്റെ കുടുംബം പട്ടിണിയാണ്, എന്റെ മകള് പട്ടിണിയാണ്, എനിക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഫഇദാ ബിബ്നതി കബീറ, എന്റെ പൊന്നുമോൾ, എന്റെ വലിയ മകൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, യാ അബീ, ഉപ്പാ, ജാഅ
ഒരാൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വരികയും അയാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ ഒരുപാട് ദിർഹമുകൾ, ഒരുപാട് വീട്ടിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ, കറി വെക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പാചകം ചെയ്യാനുമുള്ള ധാന്യമണികൾ, ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ വലിയൊരു സഞ്ചിയുമായി ഒരു സഹോദരൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠൻ വന്നാൽ ജ്യേഷ്ഠനോട് സലാം പറയണേ, എന്റെ സലാം പറയണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, എന്തെങ്കിലും ഒരു ആവശ്യം ജീവിതത്തിൽ ഉണ്ടായാൽ, ഇന്ന് നിങ്ങളുടെ പിതാവ് പള്ളിയിൽ വെച്ച് ചെയ്ത ദുആ തന്നെ ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചുപോയി എന്ന് വീട്ടിലേക്ക് വന്ന പിതാവിനോട് പറഞ്ഞപ്പോ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ല, അങ്ങനെ ഒരു സഹോദരൻ എനിക്കില്ല. സഹോദരൻ ഉണ്ടെങ്കിലല്ലേ എന്റെ സഹോദരൻ എന്ന് പറയും, എനിക്ക് അങ്ങനെ ഒരു സഹോദരനില്ല. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്ക് അങ്ങനെ ഒരു സഹോദരനില്ല. വലാ അഅരിഫു മൻ കാന ഹാദൽ ഖായിൽ, ഇത് ആരാണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല, ആരാണ് വന്നതെന്നറിയില്ല, ആരാണ് പറഞ്ഞതെന്നറിയില്ല, ആരാണ് വീട്ടിലേക്ക് ദിർഹമുകൾ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളുമായി കടന്നു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വലാകിന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സർവശക്തനാണല്ലോ, എല്ലാം അല്ലാഹുവിന് സാധിക്കുമല്ലോ. അതാണ് അല്ലാഹു പറഞ്ഞത്, എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അല്ലാതെ പിന്നെ ആരാ ഉത്തരം നൽകുക? ആവശ്യം മനസ്സിന് വന്നാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യം തന്നെ ആദ്യം ജനങ്ങളിലേക്കല്ല ഇറക്കേണ്ടത്, ആദ്യം റബ്ബിലേക്ക് ഇറക്കേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പിരിവിന്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പുരോഗതിക്ക്, ഇതിന്റെ ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ, അല്ലാഹുവേ ഇതിന്റെ വിജയം നിന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം റബ്ബിലേക്ക് ഇറങ്ങി പിന്നെ ജനങ്ങളിലേക്ക് ചെല്ലുക. ആദ്യം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ റബ്ബ് കൈയൊഴിയും. എല്ലാ വിഷയം അങ്ങനെ തന്നെ, നമ്മുടെ വീടിന്റെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെ. കാരണം എല്ലാം തരുന്ന റബ്ബുണ്ടല്ലോ. هم الذين يقولون لا تنفروا على من عند رسول الله، هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض. മുനാഫിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് തീർക്കല്ലേ നബിയെ, തീർക്കരുത്, കയ്യിലുള്ളത് തീർക്കല്ല, അത് എടുത്തു വെക്കണേ. ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫളു, അങ്ങനെ ചെലവഴിച്ച തീർന്നു പോകൂലേ? ഇത് മുനാഫിക്കീങ്ങളുടെ വിശ്വാസമാണ്. നമ്മുടെ കയ്യിലുള്ളത് കൊടുത്താൽ തീർന്നു പോകുമെന്നത് മുനാഫിക്കിന്റെ വിശ്വാസമാണ്. മുഅ്മിനിന് അത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ, ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുക്കുന്ന അല്ലാഹുവിൽ പിടിക്കുന്ന ആളുകൾ, അല്ലാതെ ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താല് കുറച്ചോണെ എന്റെ സമ്പത്ത് തീർന്നു പോവല്ലോ, സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവൻ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, أنت صدق أنت صحيح شحيح تخشى الفقر وتأمل الغنى. നീ എപ്പോഴാണ് സ്വതക്ക നൽകേണ്ടത്? നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം വന്നപ്പോൾ സ്വതക്ക നൽകുമ്പോ മറ്റുള്ള സമയങ്ങളിൽ നൽകുന്ന സ്വതക്കയെക്കാളും പ്രാധാന്യം ഇതിന് തന്നെ. ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, അപ്പൊ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ, തീരെ ക്യാഷ് ഇല്ല, അപ്പൊ ഉള്ളതെടുത്ത് കൊടുക്കാൻ. നേരത്തെ കൊടുത്തതിനല്ല, ഇതിനാ പ്രാധാന്യം. അൻത സ്വദ്ദഖ,
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, അഫ്ളലുസ് സദഖ, ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, നീ സ്വതക്ക നൽകണം, നീ ആരോഗ്യമുള്ള സമയത്ത് മരിക്കാൻ കിടക്കുമ്പോഴല്ല. മരിക്കാൻ കിടക്കുമ്പോ നിങ്ങളുടെ നാടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങി, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എന്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് എന്റെ ഇന്നാലിന്ന തുക അത് സ്ഥാപനത്തിന് വേണ്ടി നൽകൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഏറെ പ്രിയങ്കരനായ സഹോദരൻ ഇങ്ങനെ ഒരു സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകിയത് അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ, ആരോഗ്യമുള്ള സമയത്ത് തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ. ദുബായിലും ഗൾഫിലും ഖത്തറിലുമൊക്കെ അബൂദാബിയിൽ നിന്നുമൊക്കെ പ്രവാസികളായ ഋത്തുക്കൾ അവരുടെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മാസാമാസങ്ങളിൽ അയച്ചു തരുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെയാണ്. അള്ളാഹു അതും സ്വീകരിക്കട്ടെ. അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് സ്വതക്ക നൽകണം. നിങ്ങൾ പിശുക്കാണ്, ഒരു 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 10,000 രൂപ എടുത്താൽ ഈ മാസം വേറെ ഒരു 10,000 എടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനല്ലേ? ഒരു മാസത്തിന് ATM വഴി 2,000 രൂപ ഡെയിലി അല്ലെ, ചെക്ക് വഴി 20,000 രൂപ. അപ്പൊ ഞാനൊരു 10,000 കൊടുത്ത പഠിച്ചോനെ മക്കളെ ഫീസ് കെട്ടാൻ പറ്റുമോ? വിശക്കുള്ള സമയം. ഈ ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ട്, ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ട്. എന്നാണ് ഈ നോട്ട് നിരോധനമൊന്ന് വളരെ റാഹത്തായ രീതിയിലേക്ക് മാറുക എന്ന പ്രതീക്ഷയും നിനക്കുണ്ട്. ഡിസംബർ 31 ആകുമ്പോൾ മാറുമെന്നായിരുന്നു, പക്ഷേ ഇതുവരെ മാറിയിട്ടില്ല. നീ പ്രതീക്ഷിക്കുകയാണ് ഈ പ്രതിസന്ധി ഒന്ന് മാറട്ടെ, ഈ പ്രതിസന്ധി ഒന്ന് മാറട്ടെ. ഇത് മാറാനുള്ള പ്രതീക്ഷയോടെ ദാരിദ്ര്യത്തെ ഭയക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ നമ്മുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും മൂല്യമായ ഒരു തുക പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകുമ്പോഴാണ് സ്വതക്കയിലെ ഏറ്റവും അഫ്ളലായ സ്വതക്ക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖജനാവ് തീരൂല. മുനാഫിക്കീങ്ങളെ പോലെ ആവരുത്. മുനാഫിക്കീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കീങ്ങൾ ഉണ്ടാവുക. മുനാഫിക്കുകൾ താഴെ തട്ടിലാണ്, അവര് നമ്മൾ വിടാൻ പാടില്ല. കാരണം എന്തേ? മുനാഫിക്കങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താ ചെലവഴിച്ച തീർന്നു പോകും. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ കൈകളിലാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഖജനാവ്. ചോദിച്ചാൽ തീരുന്നതല്ലാതെ, ചോദിച്ചാൽ തീരുന്നതല്ലാതെ നിങ്ങൾ എത്ര ചോദിച്ചാലും അല്ലാഹുവിന്റെ ഖജനാവ് തീരുകയില്ല എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇതിനൊന്നുമില്ലല്ലോ, വൈകിയോ? സമയം 10 മണി. ഒരു മണിക്കൂർ ഞാൻ സൗകര്യം. വേഗം തുടങ്ങണം എന്നതാണ് എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ ആരും വരുന്നില്ല, അറിയില്ല. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ, നേരെ ഇരുട്ടാണല്ലോ, സമുദ്രം തന്നെ ഇരുട്ടാണല്ലോ, പിന്നെ മത്സ്യത്തിന്റെ വയറ്റിനകത്താണ്. ആ ഇരുടിന്റെ മറവിൽ കടലിന്റെയും സമുദ്രത്തിന്റെയും ഏറ്റവും അഗാധ ഗർത്തത്തിൽ ഒരു മത്സ്യത്തിൻ വയറ്റിൽ കിടന്നുകൊണ്ട് ഏറ്റവും അള്ളാഹുവിന് ആവശ്യമുള്ള സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. സുബ്ഹാനക, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് നാഥാ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ വേറെ റബ്ബില്ല റബ്ബേ, നീയല്ലാതെ വേറെ ഇലാഹില്ല അല്ലാഹ്. അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് മത്സ്യത്തിന്റെ വേറ്റത്ത് നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കുകയാണ്. ആർക്കെങ്കിലും ഒരു
ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടലിൽ ഒരു മത്സ്യം വിഴുങ്ങിയാൽ രക്ഷപ്പെടാൻ എങ്ങനെ രക്ഷപ്പെടും? ഒരു ചാൻസും ഇല്ല. 100% ചാൻസ് ഇല്ല. റബ്ബിനല്ലാതെ വേറൊരാൾക്ക് കഴിയില്ല. ഏത് ഇമ്പോസിബിൾ ആയ ഒരു സമയമാണെങ്കിലും, അസാധ്യമായ സ്ഥലമാണെങ്കിലും ഒരിക്കലും നിങ്ങൾ റബ്ബിന്റെ പ്രതീക്ഷ കൈവിടരുത്. അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസം പോലെ, ആത്മാർത്ഥത പോലെ. യൂനുസ് നബി അലൈഹിസ്സലാം ഉറപ്പാണ്, അല്ലാഹു എന്നെ സഹായിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാഥാ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗീയ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയും ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും 300 വർഷമാണ് ദുആ ചെയ്തത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 300 വർഷമാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ പുറത്തു തരണേ അല്ലാ എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും 300 വർഷം ദുആ ചെയ്തു. ആ ഒരു കണ്ണുനീരിൽ നിന്നാണ് ഇഞ്ചിയും ചന്ദനവും ഊതും വളർന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലാണ്, ശ്രീലങ്കയിലാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ജദ്ദയിലാണ് നമ്മുടെ ഹവ്വാ ബീവി ഇറങ്ങിയത്. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അറഫയിലാണ്. തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചാണ്. ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് 40ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കണ്ണുനീരിൽ നിന്നാണ് സ്വന്തം ചന്ദനം, ചന്ദനവും അതുപോലെ ഇഞ്ചിയും വളർന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാണ്. 100 വർഷം കരഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ദുആ സ്വീകരിച്ചത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അനേകം തെറ്റ് ചെയ്തു പോയി റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അതിക്രമം കാണിച്ചു റബ്ബേ, അതുകൊണ്ട് പുറത്തു തരണേ എന്ന് 300 വർഷമാണ് ദുആ ചെയ്തത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, ദുആയാണ് പരിഹാരം, പ്രാർത്ഥനയാണ് പരിഹാരം. പ്രാർത്ഥനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. റബ്ബിന്റെ കോടതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ യൻസിലു റബ്ബുനാ വതആല യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ. ഏത് സമയത്താണ് ദുആ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. യൻസിലു റബ്ബുനാ തബാറക വതആല, ആകാശലോകങ്ങളിൽ നിന്ന് സർവശക്തനായ റബ്ബ് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. പ്രത്യേകമായ ദിവസങ്ങളിലല്ല, ഒരു റബീഉൽ രാത്രിയിലല്ല, എല്ലാ രാത്രിയിലും ഒന്നാൻ ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരുന്നുണ്ട്. രാത്രിയുടെ അവസാന ഭാഗം അതേതാ? രാത്രിയുടെ അവസാന ഭാഗം ഏതാണ്? അത് ഏകദേശം രാത്രി 3 ഭാഗമാക്കിയാൽ 2 മണി മുതൽ സുബ്ഹി വരെ സമയത്ത് അല്ലാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്നാണ്. എന്നിട്ടോ അല്ലാഹു ഇവിടെ നിന്ന് പറയുന്നുണ്ട്, മയ്യദൂനി ഫഅസ്തജീബ ലഹു. രാത്രിയുടെ യാമങ്ങളിൽ, അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്നോട് പറയാനുണ്ടോ? മയ്യദൂനി, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അസ്തജീബ ലഹു, ഞാൻ ഉത്തരം തരാം. എല്ലാ രാത്രിയും സുബ്ഹത്താഴ സമയത്ത് അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഈ സമയത്ത് ചോദിക്കാൻ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, രോഗം ശിഫയാൻ, കടങ്ങൾ വീടാൻ, മക്കളെ സാലിഹ്യങ്ങളാക്കാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ഈ ഒരു സമയത്ത് നമ്മൾ അല്ലാഹു ഒന്നാൻ
ആകാശത്തേക്ക് ഇറങ്ങി വന്ന് കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു പറഞ്ഞ വിഷയമാണ്. ഇതിൽ സംശയിക്കരുത്. ഇത് സംശയിക്കുമ്പോൾ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ സ്വഹീഹായ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി. ഇതിൽ സംശയം ഉണ്ടാവരുത്. ജീവിതത്തിൽ ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നേരെ തഹജ്ജുദിന് എണീറ്റിട്ട് റബ്ബിനോട് പറയും, മയ്യസ്അലുനി, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് നൽകാം. വേണ്ടത് ചോദിച്ചു. ഹദീസിൽ വരുന്നുണ്ട് എന്തൊക്കെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. ആർക്കെങ്കിലും എന്നോട് പാപമോചനം തേടാനുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ഗതകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ സർവശക്തനായ റബ്ബിനോട് പറയാനുണ്ടോ? ഞാൻ പറയട്ടെ, ഈ വരുന്ന ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ ആയി ആഘോഷിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ചില ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെയാണ് ആ സമയത്ത് ആഘോഷിക്കാൻ പറ്റുക? എങ്ങനെയാണ് ആ സമയം ആഘോഷിക്കുക? റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നത് പോലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമോ? എന്റെ വിദ്യാർത്ഥിക്കാർ ഇതിനെതിരെ ശബ്ദിക്കാത്തത്, ഇതിനെതിരെ വെച്ചുവെക്കാത്തത്, ഇതിനെതിരെ വീഡിയോകൾ ഉണ്ടാക്കാത്തത്, ഇതിനെതിരെ കവല പ്രഭാഷണങ്ങൾ ഉണ്ടാക്കാത്തത്, റബീഉൽ അവ്വലിൽ നടക്കുന്ന ആഘോഷങ്ങൾ അത് പാടില്ല എന്നും ശിർക്ക് എന്നും ബിദ്അത്ത് എന്നും പറയുന്ന ആളുകൾ എന്തേ ഈ ഒരു ആചാരത്തിനെതിരെ ശബ്ദിക്കാത്തത്? എന്താണ് റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്യുന്നത്? എന്താ റബീഉൽ അവ്വൽ എന്തിനാണ് നമ്മൾ ആഘോഷിക്കാനുള്ള കാരണം? എന്താ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. നമ്മൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്ത മാസമാണത്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ലഖദ് അല്ലാഹു അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്ത് തന്ന, വർഷിച്ചു തന്ന ദിവസമാണ്, മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ. അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണ്ടേ? ആ ആഘോഷത്തിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം നൽകുന്നു. നിങ്ങൾ ഭക്ഷണം നൽകിയാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ സ്വർഗത്തിൽ പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഹബീബിന്റെ പേരിൽ മദ്ഹ് ചൊല്ലുന്നുണ്ട്. ഹബീബിന്റെ പേരിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഹബീബിന്റെ പേരിൽ മൗലീദ് പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരികളെ, 2016 കഴിഞ്ഞ് 2017 കടന്നിടുമ്പോ എങ്ങനെയാണ് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് ആഘോഷമാക്കുന്നത്? അത് സന്തോഷിക്കേണ്ട ദിവസമാണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? ലാ യഅതി അലൈക്കും ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു വശർറ മിൻ. ഒരു വർഷം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ 2017 നിങ്ങളിലേക്ക് വരാൻ, 2016 നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ 2017 16 മോശമാണ്. ഒരു മോശപ്പെട്ട സർവം നമ്മൾ എങ്ങനെ ആഘോഷിക്കുക? ഒരാൾ മരിച്ചാൽ 3 ദിവസമാണ് ദുഃഖാചരണം. മരണം ഒരു വിഷമമുള്ള വിഷയമാണ്, ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ 3 ദിവസത്തെക്കാൾ കൂടുതൽ ആചരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു വിഷമം പിടിച്ചൊരു അവസ്ഥ 2016 2017 എത്രയോ മഹത്വമുള്ള വർഷമാണ്. 2017 2016 എത്രയോ മോശപ്പെട്ട വർഷമാണ്. ഇല്ലല്ലദീ ബഅദഹു അശർറ മിൻ. ഇതിന് ശേഷമുള്ളത് ഇതിനേക്കാൾ മോശമായിട്ടില്ലാതെ നിങ്ങളിലേക്ക് കടന്നു വരൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ റസൂലുള്ളാഹ്. ചോദിക്കട്ടെ, ആ ഒരു ഷർറിനെ എങ്ങനെ ആഘോഷിക്കാൻ? ഷർറിനെ ആഘോഷിക്കാൻ പറ്റുമോ? ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേകൾ, നമ്മുടെ ഫാമിലിയിലുള്ള പല ആളുകളുടെയും ബർത്ത്ഡേകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക? ആ ദിവസം നാട്ടുകാരൊക്കെ വിളിച്ച് ഭക്ഷണം നൽകി നല്ലൊരു ഫാത്തിഹയും മൗലിദൊക്കെ ഓതി ദുആ ചെയ്യും. പഠിച്ചോനെ, എന്റെ മകന് ദീർഘായുസ് നൽകി റബ്ബേ, എന്റെ മകന് നീ ബുദ്ധിശക്തി നൽകി റബ്ബേ, എന്റെ മകന് സ്വാലിഹീങ്ങളിൽ കൊടുത്തു റബ്ബേ എന്നല്ലാതെ പാശ്ചാത്യന്റെ വെസ്റ്റേൺ ആളുകളുടെ ആ ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മൾക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും? എന്റെ
കാരണം എന്തേ? ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് ഒരു ചവിട്ടടി അടുത്തു എന്നതിന്റെ ലക്ഷണമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നുണ്ട്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ദുനിയാവിലേക്ക് കാല് കുത്തിയത് മുതൽ അൻത മുസാഫിറുൻ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്കുള്ള യാത്രയിലാണ്. നീ പ്രസവിച്ചത് മുതൽ നിന്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. യാത്രയുടെ ദൂരം എന്താ? നിന്റെ ജീവിതത്തിന്റെ ആയുസ്സാണ് യാത്രയുടെ ദൂരം. നിന്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം നിന്റെ ആയുസ്സാണ്. നിന്റെ ഓരോ ദിവസങ്ങളും നിന്റെ ഓരോ രാത്രികളും ഓരോ മൈലുകളാണ്. ആ മൈലുകളെ മറികടന്നിട്ട് നീ മരണത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടൊരിക്കലും ബർത്ത്ഡേകൾ ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ല, ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ല. അങ്ങനെയാണ് ആഘോഷിക്കുക. പക്ഷേ ഈ ന്യൂ ഇയറും ഈ ആഘോഷങ്ങൾക്കും പകരം നമ്മൾ ആലോചിക്കണം, 2016 ഡിസംബർ 31 രാത്രി നേരെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ വർഷത്തിൽ ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്? ഈ വർഷത്തിൽ എന്ത് നന്മയാണ് ഞാൻ ചെയ്തത്? 2015-നെക്കാളും എന്ത് നന്മയാണ് 2016 ഞാൻ കൂടുതൽ ചെയ്തത്? കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു ഖത്തം ഖുർആനെങ്കിലും ഞാൻ കൂടുതൽ ഓതിയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെക്കാൾ എന്റെ പാപം ഞാൻ കുറച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആലോചിച്ചൊരു ഫ്ലാഷ് ബാക്ക് എന്നോണം നമ്മൾ ഡിസംബർ 31 ആകുമ്പോ ജനുവരി മുതൽ ഒരു വർഷത്തെ കാലയളവ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹിസാബ് ചെയ്യേണ്ട ദിവസമാണ്, ആഘോഷിക്കേണ്ട ദിവസമല്ല. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, രാത്രിയുടെ സമയമായാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആവശ്യം? മയ്യസ്അലുനി, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്. ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? ചോദിച്ചാൽ അവന് ഞാൻ നൽകാം. രാത്രി ചോദിക്കുക, ആവശ്യമുണ്ടെങ്കിൽ റബ്ബിനോട് ചോദിക്കുക, അല്ലാഹു തരും. അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. റബ്ബിനോട് ചോദിക്കുക, അല്ലാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. ആർക്കെങ്കിലും പാപമോചനം തേടാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല കടന്നു വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവ, ഒരു മുസ്ലിം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഒരു മുസ്ലിം ദുആ ചെയ്താൽ, പ്രാർത്ഥന നമ്മുടെ ആയുധമാണല്ലോ, പ്രാർത്ഥനയിലാണല്ലോ പരിഹാരമുള്ളത്. ആളുകളുടെ മുമ്പിൽ വ്യക്തി ചെയ്യുന്നതിലല്ല, ആളുകളോട് യാചിക്കുന്നതിലല്ല, നാട്ടുകാരോട് വിഷമം പറയുന്നതിലല്ല. പ്രാർത്ഥനയാണ് മുഅ്മിനിന്റെ ആയുധം. അതാണ് അദ്ദുആഉ വൽ ഇബാദ. പ്രാർത്ഥന അത് ആരാധനയാണ്. പ്രാർത്ഥന അത് ആരാധനയാണ്. അല്ല, അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ്, ആരാധനയുടെ അടിസ്ഥാനമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. അല്ലല്ല, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധന തന്നെ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന വഴി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമി യദ്ഉ ബിദഅവ, ഒരു മുസ്ലിം ഒരു ദുആ ചെയ്താൽ, ലൈസ ഫീഹാ ഇസ്മു വലാ ഖതിഅതു റഹിം. നിങ്ങൾ ദുആ എന്താ ദുആ ഉള്ളത്? അല്ലാഹുവേ എനിക്ക് കള്ളു കുടിക്കാൻ ഒരു അവസരം തരണേ റബ്ബേ. അത് പറ്റൂല. അല്ലാഹുവേ എന്നാലും ഒരു പെണ്ണിനെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, അവിടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു അവസരം തരണം. അത് പറ്റും, തെറ്റാണ്. ലൈസ ഫീഹാ ഇസ്മുൻ, ദുആയിലൊരു തെറ്റ് തിന്മ ചോദിച്ചപ്പോൾ ഉത്തരം തരൂല. നിങ്ങൾ ചോദിക്കാൻ, അല്ലാഹുവേ അപ്പുറത്തെ വീട് കുറച്ച് വലിയ വീടാണല്ലോ, അയാൾക്ക് എന്തെങ്കിലും ഒരു തകർച്ച നീ കൂടണേ റബ്ബേ, അയാളുടെ ബിസിനസ് തകർന്ന തെറ്റാണ്, അത് ഉത്തരം കിട്ടൂല. കുടുംബ ബന്ധം മുറിയുന്ന ഒരു കാര്യവുമായിട്ടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ എന്റെ ഇന്നാലിന്ന ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് നീ അപകടം നൽകണേ അല്ലാഹ്. കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയമാണ് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു ഉത്തരം തരൂല. ഈ രണ്ട് കാര്യം ദുആയിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ തിന്മയോ അല്ലാഹുവോട് ചോദിക്കാതെ ഈ രണ്ട് കാര്യം, ഒന്ന് നമ്മുടെ ദുആയിൽ എന്തുണ്ടാവാൻ പാടില്ല, കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയം ഉണ്ടാവാനേ പാടില്ല. കുടുംബ ബന്ധം വലിയൊരു വിഷയമാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് പോലും ലഭിക്കൂല. അപ്പൊ
ഇവിടേക്ക് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. 10,000ങ്ങളും 1000ങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നത് എന്തിനാണത്? അതവർ ചെയ്യാൻ കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണം എന്നുള്ള താല്പര്യമാണ്. അല്ലെ? സ്ഥാപനത്തിന് വേണ്ടി സമയവും തന്റെ സമ്പാദ്യവും എല്ലാം ചൊടിച്ച ആളുകളിൽ ഇവിടെ എത്ര ആളുകളുണ്ട്? പേരെടുത്ത് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മുടെ ഉസ്താദൊക്കെ വാർദ്ധക്യ സമയത്ത് പോലും ഇതിനു വേണ്ടി ചാടി നടക്കുക. അതുപോലെ ഒരുപാട് ബിസിനസ് അവരുടെ സമ്പാദ്യങ്ങൾ അവർ ഒഴിവാക്കി ഇതിനു വേണ്ടി സമയം ഒഴിക്കുക. അപ്പൊ എന്തിനാണത്? അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ഒരു വിഷയം നമ്മൾ ചോദിക്കാൻ പാടില്ല. കുടുംബബന്ധം വിച്ഛേദിച്ചവരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദുആ ഇജാബത്ത് ലഭിക്കൂല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് അല്പം മാറി നിന്ന് ദുആ ചെയ്താൽ മതി. എന്റെ ജീവിതത്തിൽ 3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 അനുഭവങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എല്ലാവരും നമ്മൾ ആരും ദുആ ചെയ്യാനായിട്ട് മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. അവ നമ്മൾ ശരിക്കും അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട്, എൻ്റെ വിഷമങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ദുആ ചെയ്യുക. അള്ളാഹു എന്തായാലും കേൾക്കും. അപ്പോൾ ഇത്രയും ആഴത്തേക്ക് കിടക്കണ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ വയറ്റിൽ പെട്ടിട്ട് വിഷമിച്ച് കിടക്കുന്ന യൂനുസ് നബീനെ രക്ഷപ്പെടുത്തിയ അള്ളാഹു നമ്മുടെ ദുആയും സ്വീകരിക്കും. അതാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.